കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പുസ്തക പരിചയം. ഇന്നത്തെ പുസ്തക പരിചയത്തിൽ ശ്രീ പി.കെ. അനിൽകുമാർ രചിച്ച പ്രഭാഷണ കലയിലെ വചനവഴികൾ എന്ന പുസ്തകം ശ്രീമതി മെറീന സ്റ്റീഫൻ അവതരിപ്പിക്കുന്നു. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. പ്രിയ ശ്രോതാക്കൾക്ക് പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം. ഞാൻ മെറീന സ്റ്റീഫൻ. ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ശ്രീ പി.കെ. അനിൽകുമാർ എഴുതിയ പ്രഭാഷണ കലയിലെ വചനവഴികൾ. വാക്കുകളിൽ സംഗീതം നിറച്ച് അറിവിൻ്റെ ആകാശപഥങ്ങളിൽ ആശയത്തിൻ്റെ യാനം കൊണ്ട് അശ്വമേധം നടത്തി വൈവിധ്യ ആശയങ്ങളുടെയും വീക്ഷണങ്ങളുടെയും കടൽപ്പെരുക്കം വാക്കുകളിൽ നിറച്ച് വശ്യമധുരമായി ശ്രോതാക്കളോട് സംവദിച്ച് മാസ്മരിക മാന്ത്രിക വാക് വൈഭവത്താൽ തൻ്റെ പിന്നാലെ അവരെ ഹൃദയം കൊണ്ട് നൃത്തം ചെയ്യിക്കാനും ഏത് വിഷയത്തെയും ആത്മവിശ്വാസത്തോടെ നേരിട്ട് ആരും കാണാത്ത വീക്ഷണധാരയിലൂടെ വിഷയത്തിൻ്റെ അന്തരാത്മാവിൽ ഇറങ്ങിച്ചെന്ന് വാക്കിന് വജ്രകാന്തിയും പുഴത്തണുപ്പും ഉന്മാദ ശൃംഗങ്ങളും ഉണ്ടെന്ന് തെളിയിച്ച നിരവധി പുരസ്കാരങ്ങൾ വാക്കും ശബ്ദവും കൊണ്ട് നേടിയെടുത്ത ശ്രീ പി.കെ. അനിൽകുമാറിൻ്റെ പ്രഭാഷണ കലയിലെ വചനവഴികൾ എന്ന ഈ പുസ്തകം പ്രഗത്ഭരും പണ്ഡിതരും ചരിത്ര വിജയമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യനുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ പ്രഭാഷണ കല ഉള്ളിടത്തോളം ഏറെ പ്രസക്തമായ ഒന്നാണ് ഈ കൃതി. ജീവിതത്തിന്റെ ദുരന്തമുനകളിൽ അതിജീവന തന്ത്രമായി മാറിയ വിജയിക്കുന്നവൻ ലോകത്തെ അറിയുന്നില്ല, പരാജയപ്പെടുന്നവനാണ് ലോകത്തെ അറിയുന്നത് എന്ന എം.എൻ. വിജയന്റെയും മധുസൂദനൻ നായരുടെ നിലാവിലെ നീലവാനം പോലെ ഞാൻ ഊറി വന്ന അച്ഛനും അമ്മയും വാക്കെന്ന വരികൾ കൊണ്ട് ആരംഭിക്കുന്ന ഈ പുസ്തകം സ്നേഹത്തിന്റെ ആകാശം നൽകിയ കലാലയവും വെളിപാടിന്റെ ബോധിവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച ഗുരുജന്മങ്ങളെയും പ്രണയ വിപ്ലവ ഭൂമികകളിലേക്ക് നയിച്ച ഹൃദയം തന്നെയായ എം.എസ്.എം. കോളേജും വാക്കിൻ്റെ യാത്രയിലെ വഴിയമ്പലങ്ങളായ കലാലയങ്ങളും ഊഷ്മള സൗഹൃദങ്ങളും അർബുദം കവർന്നെടുത്ത ബോബിയും അവനെ പ്രണയിച്ച പെൺകുട്ടിയുടെ നിലവിളിക്കുന്ന രക്തവും ഓർമ്മിപ്പിച്ച വാക്ക് ഉള്ളിലുദിപ്പിച്ച അച്ഛനെയും പ്രണയ സങ്കീർത്തനങ്ങൾ ചൊരിഞ്ഞ് അകന്ന സൂനുവിനും വീട്ടപ്പെടാത്ത കടങ്ങളുടെ കടവിൽ നിന്നുമാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ കലാലയങ്ങൾക്ക് നൽകിയ വിശേഷണങ്ങൾ തന്നെ ഏറെ ആകർഷകം. പ്രൗഢസുന്ദരമായ ഭാഷ നൃത്തം വെക്കുന്നത് നാവിൻ തുമ്പിൽ മാത്രമല്ല, വിരൽ തുമ്പിലുമെന്ന് ഈ പുസ്തകം ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്നിന്റെ മണ്ണിലേക്ക് ധവളനിശകളെയും ആഗ്നേയ ദിനങ്ങളെയും കൊണ്ടുവരാൻ കലാലയ യൗവനങ്ങളുടെ പ്രഭാഷണങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുക കൂടി ചെയ്യുന്നുണ്ട് എഴുത്തുകാരൻ. 3 ഭാഗങ്ങളായിട്ടാണ് പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അഗ്നിയായും കാറ്റായും കടലായും മാറുന്ന വാക്കിനെ കലയാക്കി മാറ്റുന്ന പ്രഭാഷണം, ഉള്ളിലൊതുക്കപ്പെട്ട വാക്കിന്റെ യജമാനനും ഉച്ചരിക്കപ്പെട്ട വാക്കിന്റെ അടിമയുമാണ് പ്രഭാഷകൻ. പ്രസംഗകലയുടെ കുലപതികളായ വിക്കരായ ഡെമസ്തനീസ്, ഇ.എം.എസ്., കറുത്തവരുടെ ഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, ജോൺ എഫ് കെന്നഡി, വിൻസ്റ്റൺ ചർച്ചിൽ, ബംഗാളിന്റെ ഇടിനാദം സുരേന്ദ്ര ബാനർജി, വാക്കിൻ കൊടുങ്കാറ്റായി മാറിയ ബിപിൻ ചന്ദ്രപാൽ, വശ്യമന്ത്ര മധുര മഴയായി പെയ്ത ആനി ബസൻ, കവിത കിനിയുന്ന വാക്കായി ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു, അഗ്നിസ്ഫുലിംഗങ്ങളായി ചിതറിയ കേശവ ചന്ദ്രസൻ, സാധാരണക്കാരന് പ്രാപ്യമായ ഗാന്ധിയുടെ പ്രഭാഷണങ്ങൾ, നെഹ്റുവിൻ്റെ പ്രത്യാശാഭരിതമായ അമരഭാഷണങ്ങൾ, ഇങ്ങനെ വാക്കുകളെ ആത്മാവിൻ്റെ ഭക്ഷണമാക്കിയ പ്രസംഗകരെ വരച്ചു ചേർത്ത വചനത്തിന്റെ കല എന്ന 1-ാം അധ്യായത്തിൽ മൗനവായന, നിരീക്ഷണ വിശകലന പ്രക്രിയയിലൂടെ അറിവിൻ്റെ അതിരില്ലാ ചക്രവാളങ്ങൾ സൃഷ്ടിച്ച് കേൾവിക്കാരൻ്റെ ആന്തരിക ബോധത്തിലേക്ക് മേഘഗർജനമായി പെയ്തിറങ്ങുന്നതാണ് പ്രഭാഷണമെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. വാക്കിന്റെ വൈഭവം കൊണ്ട് കേരളത്തിന് ആത്മീയമായ ഉണർവ് നൽകിയ വാഗ്ഭടാനന്ദൻ മുതൽ
വചനക്കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച കെ ബാലകൃഷ്ണൻ സദസ്സിനും പ്രസംഗിക്കുന്ന ആളിനുമിടയിൽ മറയില്ലാതെ ഗാന്ധിയൻ വചനത്തെ ആത്മാവിലേറ്റി വാക്കിന്റെ നയാഗ്ര വെള്ളച്ചാട്ടത്തിനുടമയായ പ്രൊഫസർ MP മന്മഥൻ, തന്തൈ പെരിയാർ EV രാമസ്വാമി, പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഏറനാടൻ നർമ്മരസത്തിൽ ചാലിച്ച നയനാർ, ആളിപ്പടരുന്ന പ്രസംഗകൻ G ശങ്കരക്കുറുപ്പ്, വളരെ കണക്കുകൂട്ടി ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരി, വൈലോപ്പിള്ളി, കണിയാപുരം രാമേന്ദ്രൻ, P ഗോവിന്ദപിള്ള, കേശവദേവ്, നിത്യചൈതന്യയതി, സമദാനി, സൗമ്യമായ കലാപം വാക്കിൽ സൃഷ്ടിച്ച MK സാനു, അപ്പൻ സാർ എന്നീ പ്രഗത്ഭർ 2-ാം അധ്യായത്തിൽ അണിനിരക്കുന്നു. പൗത്ര സൗമ്യ മധുര നർമ്മ വിരുദ്ധോക്തി സങ്കലനങ്ങളും അനുഭവങ്ങളുടെ ഭൂഖണ്ഡങ്ങളും അർത്ഥാന്തരങ്ങളുടെ സമുദ്രാഴങ്ങളും വിശകലനത്തിന്റെ അതിരുകളും നിറഞ്ഞ ഭൂപടത്താൽ വരയ്ക്കപ്പെട്ട അനന്യസാധാരണ ചിന്താശൈലി കൊണ്ട് പ്രഭാഷണ കലയുടെ ലാവണ്യ വിസ്മയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ബുദ്ധജന്മം MN വിജയൻ മാഷ് ബാക്കി വെച്ചുപോയ നീണ്ട മൗനത്തിൽ നിന്നും വരും തലമുറ പ്രഭാഷകർ സംസാരിച്ചു തുടങ്ങട്ടെ എന്ന് പ്രത്യാശിക്കുന്ന 3-ാം അധ്യായം. പ്രഭാഷണം പ്രണയവും മാനസിക ഉജ്ജീവനവും പ്രതികരണ കനൽച്ചൂടുമായി കണ്ട് ഹൃദയ ദ്രവീകരണക്ഷമമായ ശലഭങ്ങളായി പറന്ന് നക്ഷത്രങ്ങളായി ജനിക്കുന്ന വാക്കുകൾ കൊണ്ട് തിരയൊടുങ്ങാത്ത വചനസാഗരമായി നിലകൊള്ളുന്ന മനുഷ്യ മനസ്സിനെ സ്നാനപ്പെടുത്തിയ വാക്കുകളുടെ അധിപൻ, കേരളത്തെ സാഗര ഗർജനത്തിലൂടെ നവോത്ഥാന വെളിച്ചത്തിലേക്ക് നയിച്ച സുകുമാർ അഴീക്കോട്, ജീവിത മരുഭൂവിൻ ഋതുഭേദ കാഴ്ചകളിൽ ഹരിതശോഭയോട് നിൽക്കുന്ന അഴീക്കോട് മാഷിനെ കണ്ടുമുട്ടിയതും ഈ പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നീതി, നന്മ, മാനവികത, പ്രതിരോധത്തിന്റെ വിവിധ പുഴ ചേർന്ന് കടലായ ദൈഷ്ണികതയും നർമ്മവും സാഗര ഗർജനവും മലയാളിയുടെ സുഹൃതവുമായ സുകുമാർ അഴീക്കോട് 4-ാം അധ്യായത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് വരുന്ന 3 അധ്യായങ്ങളിൽ നല്ലൊരു പ്രഭാഷകൻ എങ്ങനെയാകണമെന്നും പ്രസംഗ മത്സരങ്ങളെ എങ്ങനെ നേരിടാമെന്നും വിവിധ റോൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പ്രഭാഷകർ എങ്ങനെയാകണമെന്നും വ്യക്തമാക്കുന്നു. വെൺശങ്കിലെ കടലിരമ്പം പോലെ പറയപ്പെടുന്ന ഓരോ വാക്കിലും ആശയങ്ങളുടെ കടലൊളിപ്പിച്ച് ഹ്രസ്വവും അർത്ഥദീപ്തവുമായ അഭിസംബോധനയിലൂടെ ജനഹൃദയ സ്പന്ദനം തൊട്ടറിഞ്ഞ് വ്യത്യസ്തമായ ശൈലിയിലൂടെ ഇളം നിലാവായും പെരുമഴയായും കൊടുങ്കാറ്റായും ആരും തോണിയിറക്കാത്ത കടലിൽ കപ്പലിറക്കി ആഴത്തിലുള്ള വായനയിലൂടെ വാക്കുകൾ കൊണ്ട് ആശയലോകം നിർമ്മിച്ച് വാക്കിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ചിപ്പിക്കുള്ളിൽ സാഗരത്തെ എന്ന പോലെ വിഷയത്തിന്റെ ഗഹനതയെയും ആഴങ്ങളെയും ഹ്രസ്വസമയത്തിനുള്ളിൽ ആവിഷ്കരിച്ച് പ്രത്യുൽപ്പന്ന മതിത്വത്തോടെ പാത്രമറിഞ്ഞ് ഉദ്ധരണികളുടെ സന്നിവേശത്തോടെ ഉചിതമായി വിളമ്പേണ്ടതാണ് പ്രഭാഷണമെന്നും വചനവിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിലാണ് പ്രഭാഷണ ലാവണ്യം കുടികൊള്ളുന്നതെന്നും വാക്കുകൾ കൊണ്ട് മാന്ത്രിക ലോകം തീർത്ത് നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ഉദ്ധരണികൾ ചേർത്ത് 1-ാം ഭാഗം പറഞ്ഞവസാനിപ്പിക്കുന്നു. 2-ാം ഭാഗത്ത് ചരിത്രം ഹൃദയത്തിൽ ഇടം നേടിയ വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണം, 3-ാം ഭാഗത്ത് അഭിമുഖം, പ്രബന്ധം, മാതൃകാ പ്രഭാഷണം എന്നിവ ചേർത്തിരിക്കുന്നു. വാക്കിന്റെ സൗന്ദര്യം തേടിയുള്ള ഒരു സമുദ്ര സഞ്ചാരമായി പ്രഭാഷണത്തെ കലയായി ശബ്ദത്തിന്റെ തരംഗവിന്യാസം കൂടി പരിഗണിച്ച് മുന്നേറിയാൽ പ്രഭാഷണത്തിൽ വിജയം കൈവരിക്കാൻ അറിവിന്റെ പിൻബലത്തിൽ ഒരാൾക്ക് സാധിക്കും എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാഷണ കലയിലെ വചനവഴികൾ എന്ന ഈ പുസ്തകം കാലാതീതമായ അടയാളപ്പെടുത്തലായി നിലകൊള്ളും. പുതുതലമുറയ്ക്ക് പ്രഭാഷണ കലയെക്കുറിച്ചുള്ള ഒരു പഠനമായി ഈ പുസ്തകത്തെ കാണാം. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പുസ്തക പരിചയം. ശ്രീ PK അനിൽകുമാർ രചിച്ച പ്രഭാഷണ കലയിലെ വചനവഴികൾ എന്ന പുസ്തകം ശ്രീമതി മെറീന സ്റ്റീഫൻ അവതരിപ്പിച്ചതാണ്. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.